പിന്നെ എൻ്റെ ആരോ തച്ചാങ്ങി തിരിച്ചല്ലോ തല്ലില്ലേ, ഞങ്ങളോനെ തല്ലു ഇനി എന്നിട്ടൊന്ന് കൊല്ല് ബാക്കി ഇന്നിട്ട് കാണാം. ഓനെ തല്ലുന്ന് പറഞ്ഞാൽ തല്ലു, ഉറപ്പങ്ങൾ നേരെ വന്നാൽ തല്ലു, പറീനെയൊക്കെ ഞാൻ തല്ലു. എനിക്കൊന്നും പറയാണ്ടോ, ഇനി ആണാണെ കോരങ്ങാട്ടെ കയറും. 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഷഹബാസിന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ടിട്ട് ഇന്നലെ ഒരു വാർത്ത നിലവിൽ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. അതായത് ഈ കൊലയാളികളായിട്ടുള്ള പ്രതികൾക്ക് നേരെ ഒരു ഊമക്കത്ത് സ്കൂളിലേക്ക് അയച്ചിട്ടുണ്ട് എന്ന്. അതായത് ആ ഊമക്കത്തിൽ പറയുന്നത് ഈ കൊലയാളികളെ ഉടനെ തന്നെ കൊല്ലുമെന്നാണ്. ഷഹബാസിന്റെ മരണത്തിന് ഉത്തരവാദിയായിട്ടുള്ള ആരാണോ അവരെയൊക്കെ കൊന്നിരിക്കും എന്നൊക്കെ പറഞ്ഞായിരുന്നു ആ ഒരു ഊമക്കത്ത് വന്നത്. എന്തായാലും അതിന് പുറകെ തന്നെ ഇന്നലെ ഷഹബാസിന്റെ കുറച്ച് വോയിസ് പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. അതായത് ഈ ഷഹബാസും കുറെ വെല്ലുവിളിയും കാര്യങ്ങളും ഒക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു. എന്തായാലും നമുക്ക് അതെല്ലാം കാണാം. വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. ആദ്യം തന്നെ നമുക്ക് ആ ഊമക്കത്തിന്റെ വാർത്തയൊന്ന് കേൾക്കാം. നമസ്കാരം. വിദ്യാർത്ഥി സംഘർഷത്തിനിടെ ഷഹബാസിനെ കൊലപ്പെടുത്തിയ കേസിലെ പ്രതികളായ വിദ്യാർത്ഥികളെ കൊല്ലുമെന്ന് ഭീഷണി. സ്കൂളിലേക്ക് ഊമക്കത്തായാണ് ഭീഷണി എത്തിയത്. കൊലപാതകത്തിൽ പിടിയിലായ 5 വിദ്യാർത്ഥികളെ പോലീസ് സംരക്ഷണത്തിൽ SSLC പരീക്ഷ എഴുതിക്കാൻ തീരുമാനിച്ചതിന് തൊട്ടു പിന്നാലെയാണ് ഭീഷണിക്കത്ത് സ്കൂളിലേക്ക് എത്തുന്നത്. വൃത്തിയുള്ള കൈവശനം സാധാരണ തപാലിലാണ് താമരശ്ശേരി GVHSSലെ പ്രിൻസിപ്പാളിന് ലഭിക്കുന്നത്. കേസിൽ ആദ്യം പിടിയിലായ 5 വിദ്യാർത്ഥികളുടെ പരീക്ഷാ കേന്ദ്രം കോരങ്ങാട്ടെ സ്കൂളിൽ നിന്ന് മാറ്റാൻ തീരുമാനിച്ചതിന് മുമ്പാണ് കത്തയച്ചിരിക്കുന്നത്. ഷഹബാസിനെതിരെ നടന്ന അക്രമത്തിൽ അമർഷം രേഖപ്പെടുത്തിയും പിടിയിലായ വിദ്യാർത്ഥികളെ കൊല്ലുമെന്നും കത്തിൽ പറയുന്നുണ്ട്. കോരങ്ങാട്ടെ വിദ്യാലയത്തിൽ പോലീസ് സുരക്ഷയോടെ ഏതാനും പരീക്ഷ എഴുതാൻ പറ്റുമെന്നും SSLC പരീക്ഷകൾ പൂർത്തിയാകും മുമ്പേ കുട്ടികളെ അപായപ്പെടുത്തുമെന്നാണ് ഭീഷണി കത്തിൽ പറയുന്നത്. കത്തിലെ വ്യക്തമായി പറയാത്ത പോസ്റ്റ് ഓഫീസ് സീൽ പരിശോധിച്ച് അയച്ച സ്ഥലം കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് അന്വേഷണ സംഘം. കത്ത് കിട്ടിയ ഉടനെ സ്കൂൾ അധികൃതർ പോലീസിൽ വിവരം അറിയിക്കുകയും തുടർന്ന് അന്വേഷണം ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട്. വിദ്യാർത്ഥികളുമായി ബന്ധപ്പെട്ട കേസായതിനാൽ രഹസ്യമായിട്ടാണ് അന്വേഷണം ആരംഭിച്ചിരിക്കുന്നത്. ഉള്ളടക്കത്തിലെ പരാമർശങ്ങൾ പരിശോധിക്കുമ്പോൾ കത്തെഴുതിയത് വിദ്യാർത്ഥികളുടെ പരീക്ഷാ കേന്ദ്രം കോരങ്ങാട്ട് നിന്ന് NGO ക്വാർട്ടേഴ്സ് GHSSലേക്ക് പ്രതിഷേധത്തെ തുടർന്ന് അവസാന ദിവസം ഒബ്സർവേഷൻ ഹോമിലേക്ക് മാറ്റുന്നതിന് മുമ്പാണെന്നും വ്യക്തമാണ്. തിങ്കളാഴ്ചയാണ് പരീക്ഷാ കേന്ദ്രം മാറ്റുന്നത്. ചൊവ്വാഴ്ചയാണ് 6ാമത്തെ വിദ്യാർത്ഥി പിടിയിലാകുന്നത്. താമരശ്ശേരി DYSP സുഷീർ, ഇൻസ്പെക്ടർ A സായുജ് കുമാർ എന്നിവരുടെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘം ഷഹബാസിന്റെ കൊലപാതകത്തിലേക്ക് നയിച്ച അക്രമത്തിൽ നേരിട്ട് പങ്കെടുത്ത 6 പ്രതികളെ സംഭവം നടന്ന ദിവസങ്ങൾക്കുള്ളിൽ തന്നെ പിടികൂടി കഴിഞ്ഞിട്ടുണ്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കൊലപാതകത്തിന് പകരമായിട്ട് വീണ്ടും ബാക്കിയുള്ള കൊലപാതകങ്ങളും കൂടി നടക്കും എന്നുള്ള രീതിയിലാണ് ആ ഊമക്കത്ത് ചെന്നിരിക്കുന്നത്. ശരിക്കും ഈ ഒരു വിഷയത്തിൽ ഞാൻ വളരെ വ്യക്തമായിട്ട് പറയാം, ഞാൻ എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയനാണ് പറയണത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ 2 കൂട്ടരും അത്ര റെഡി ആയിട്ടുള്ള ഒരു ആൾക്കാരല്ലായിരുന്നു. ഇപ്പൊ ഷഹബാസിന് പകരം ഈ ഓപ്പോസിറ്റ് നിന്ന വ്യക്തികളാണ് മരിച്ചെങ്കിലും ഇതുപോലൊക്കെ തന്നെ സംഭവിക്കത്തുള്ളൂ. മനസ്സിലായോ? അങ്ങോട്ടും ഇങ്ങോട്ടും വെല്ലുവിളിയും അടിയും ഇടിയും ഇതൊക്കെ തന്നെ ആയിരുന്നു. കാര്യം ഇത് 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന പിള്ളേരാണ്. ഇവന്മാര് ചുമ്മാ അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ള ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഊതിപ്പെരിപ്പിച്ച് അതിന് സെപ്പറേറ്റ് ആയിട്ട് വാട്സാപ്പിലും ഈ ഇൻസ്റ്റാഗ്രാമിലും ഒരു ഗ്രൂപ്പ് തുടങ്ങി തമ്മിലടിക്കാൻ വേണ്ടിയിട്ടുള്ള പരിപാടികൾ നോക്കുമായിരുന്നു. അതായത് ലിറ്ററലി അങ്ങോട്ടും ഇങ്ങോട്ടും വെല്ലുവിളിക്കുമായിരുന്നു. ആ ഗ്രൂപ്പിനകത്തൊക്കെയുള്ള വോയിസ് ഒക്കെ കേൾക്കണം. ഷഹബാസ് ഒട്ടും മോശമൊന്നും അല്ല കേട്ടോ ഈ ഒരു വിഷയത്തിൽ. എന്തായാലും ആ ഒരു പയ്യൻ മരണപ്പെട്ടു പോയി. എന്നാലും ഞാൻ അവനെ വളരെയായിട്ട് കുറ്റപ്പെടുന്നതല്ല. പക്ഷെ എന്നാലും ഈ പ്രായത്തിലുള്ള പിള്ളേരൊക്കെ ശരിക്കും പറഞ്ഞാൽ ഇതൊക്കെ കണ്ടിരിക്കണം. കാര്യം പ്രത്യേകിച്ച് മാതാപിതാക്കളുടെ അടുത്താണ് പറയണത്. ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന മാതാപിതാക്കൾ ഉണ്ടെങ്കിൽ നിങ്ങളുടെ വീട്ടിലുള്ള ഈ പ്രായത്തിലുള്ള കുട്ടികളെയൊക്കെ വളരെ കെയർഫുൾ ആയിട്ട് തന്നെ നിങ്ങൾ കെയർ ചെയ്യുക. അതായത് അവർ പ്രത്യേകിച്ച് അവർ യൂസ് ചെയ്യുന്ന സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ഇതെല്ലാം ശരിക്കും പറഞ്ഞാൽ ഓഡിറ്റ് ചെയ്യേണ്ട ഒരു ആവശ്യമുണ്ട്. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തൊക്കെയാണ് അവന്മാർ കാണിക്കുന്നതെന്ന് യാതൊരുവിധ ബോധവുമില്ല. അങ്ങോട്ടും ഇങ്ങോട്ടും വന്നിരുന്ന് വെല്ലുവിളിക്കുകയാണ്. സെപ്പറേറ്റ് ഗ്രൂപ്പ് ഉണ്ടാക്കുന്നു. ഞാൻ നിന്നെ കൈ കിട്ടിക്കഴിഞ്ഞാൽ അടിക്കും, ഞാൻ കൊല്ലും, എന്നിട്ട് നെഞ്ചൊക്കെ എടുത്തുകൊണ്ട് പോയി അടിക്കുന്നു. അപ്പോൾ അത്രയും ക്രിമിനൽ മൈൻഡഡ് ആയിട്ടിരിക്കുന്ന പിള്ളേരാണ്. എന്തായാലും നമുക്ക് ആ ഷഹബാസിന്റെ പുറത്തു വന്ന വോയിസ് ഒന്ന് കേട്ട് നോക്കാം. ഇങ്ങനെയാണ് വലിയ ചെൽച്ചീന് ഇനി ഇതാ അവിടെ പോയിട്ടുറങ്ങാനെ കൊണ്ടാവൂ. നല്ല വലിയ ഡയലോഗ്. എൻ്റെ നമ്പർ ഞാനല്ലേ വിളിക്കുക, എന്നിട്ട് ഞങ്ങൾ ആട്ടുതരാം. ഈ നമ്പർ എന്നിട്ട് ഞാട്ടോ. ഇനി ഇങ്ങോട്ട് ഇറങ്ങുക ചോദിച്ചപ്പോൾ എന്താ പറഞ്ഞു, ഇവിടെ എന്നെ അറിയുന്ന എല്ലാവരും പറഞ്ഞു ഇങ്ങനെ റൂൾ എനിക്ക് പേടിയാണ്. എന്നിട്ടാണ് ഞങ്ങൾ ഇറങ്ങാണ്ടിരുന്നു. ഞങ്ങൾ ഇത്ര നേരം ചുങ്കത്ത് പമ്പുണ്ടായിരുന്നു, മറ്റേ ചാവറിൻ്റെ അടുത്തല്ലേ. അന്നപ്പോൾ നിങ്ങൾ മെഞ്ഞാന്നും വന്ന് ഞങ്ങൾ കാത്ത് നിങ്ങളെ വിളിച്ച് ഇന്നും വന്ന്. എന്നിട്ട് നിങ്ങളാരും നിങ്ങളിപ്പോൾ ഇറങ്ങിക്കോടി, നിങ്ങൾ എപ്പോഴാണ് അങ്ങ് കൂടുന്ന വെച്ചാൽ പറഞ്ഞു. ഞങ്ങൾ അന്നപ്പോൾ വരാം. വാ അവിടെ വേറെ സാധനം കാണിച്ചാൽ ഇങ്ങോട്ടോ വാ, എനിക്ക് വേറെ പുതിയ സാധനം കാണിച്ചാരാ. എന്നോട് അതിനാരോ കാണിച്ചു കൊടുക്കാം, ഇനി കാണിച്ചു കൊടുക്കാണ്ട് എന്തോ ചെയ്യും. ഞാൻ പറഞ്ഞു ഇങ്ങനെ ഡയലോഗ് അടിച്ചില്ല. ഞാൻ പറഞ്ഞു നിങ്ങൾ എന്തേത്തുന്നുള്ള ഒന്നും നടക്കുന്നില്ല. എന്നിട്ട് ഞങ്ങൾ വരാം, നിങ്ങൾ വരും, എടുക്ക്. എപ്പം വരുന്നുണ്ട് നിങ്ങൾ ഇപ്പം ഇറങ്ങടോ, ഇപ്പം ഇറങ്ങി എന്നോട് ഇപ്പം ഇറങ്ങാൻ എടുക്കൂ. എൻ്റെ നമ്പറിൽ വിളിച്ചാൽ ഒന്നൊന്ന് എടുക്ക്, ഞങ്ങൾ വിളിക്കാം. ഒന്ന് എടുക്ക്. ഇനി വരണമെന്നില്ല, വരൂലെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. ഇനി ഒന്ന് എടുക്ക്. വരല്ലോ ഞങ്ങൾ എന്തോരാ കാത്ത് കഴിഞ്ഞ് ഇങ്ങനെ വരാറിഞ്ഞ് വരാണ്ട് ഞങ്ങൾ എന്താക്കാനാ? ദാടിന്ന് എനിക്ക് പേടിയാണ്.
ഈ ഒരു വോയിസ് നിങ്ങൾ കേട്ടില്ലേ, ഇത് ഷഹബാസിന്റെ ഒരു സെക്കൻഡ് അക്കൗണ്ടിൽ നിന്ന്, ഇൻസ്റ്റാഗ്രാമിൽ ഒരു സെക്കൻഡ് അക്കൗണ്ട് ഉണ്ട് പുള്ളിക്കാരന്, അതിനകത്ത് നിന്ന് അയച്ച കുറച്ച് വോയിസ് ആണിത്. ഇപ്പൊ ഈ കൊലക്കേസിൽ പ്രതിയായിട്ടുള്ള ഒരു വ്യക്തിക്ക് അയച്ചു കൊടുത്തതാണ്. അതായത് ആ പയ്യന്റെ ഒരു വോയിസ് നിലവിൽ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു, അത് നമ്മളെല്ലാവരും കേട്ടതാണ്. അതായത് ഈ അടി നടന്നു കഴിഞ്ഞതിന് ശേഷം ഷഹബാസിന് അങ്ങോട്ട് പേഴ്സണൽ മെസ്സേജ് അയച്ച് നീ ഓക്കെ ആണോ, നിന്റെ അടുത്ത് അപ്പോഴേ പറഞ്ഞല്ലേ എന്നൊക്കെയുള്ള രീതിയിൽ അവന് ഷഹബാസ് അയക്കുന്ന വോയിസ് ആണ് ഇതല്ല. അതായത് ആ ഒരു വോയിസിന് തൊട്ട് മുന്നേ. എന്തായാലും കൊള്ളാം കേട്ടോ, എന്താ എല്ലാം കണക്ക് തന്നെ, പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. ഓരോ കാരണം പറഞ്ഞു കഴിഞ്ഞായിരുന്നു അല്ലേ രാവിലെ വിളിച്ചാൽ അന്നപ്പോൾ ഇവിടെ വരണം. ഞങ്ങൾ നിങ്ങളെപ്പോൾ വിളിച്ചു, നിങ്ങളിപ്പോൾ അന്ന് രാത്രി 12 മണിക്ക് വിളിച്ചു, ഞങ്ങളടുത്തു ആരാന്ന് ഇപ്പം എന്നെ പറയേണ്ട ആവശ്യമില്ലല്ലോ. പിന്നെ എൻ്റെ ആരോ തച്ചാങ്ങി തിരിച്ചല്ലോ തല്ലേ, ഞങ്ങൾ ഓനെ തല്ലു, ഇനി എന്നിട്ട് ഒന്ന് കൊല്ലി ബാക്കി ഇന്നിട്ട് കാണാം. ഓനെ തല്ലുന്ന് പറഞ്ഞാൽ തല്ലു, ഉറപ്പങ്ങൾ നേരെ വന്നാൽ തല്ലു, പറീനെയൊക്കെ ഞാൻ തല്ലു. എനിക്കൊന്നും പറയാണ്ടോ, ഇനി ആണാണെ കോരങ്ങാട്ടെ കയറും, അല്ല ഞങ്ങൾ വിളിക്കുന്നിടത്തേക്ക് വാ എന്നോട് നടക്കനി. ഞാൻ കേട്ട വോയിസ് ഒക്കെ ഒന്ന് കേട്ട് കഴിഞ്ഞ് റിപ്ലൈ എങ്കിലും ഇല്ലെങ്കിലും ഒന്ന് ഇനി തൊള്ളെടുക്ക്, നേർക്ക് നിങ്ങൾ എന്തായാലും വരില്ലായിരിക്കും, അല്ലെ വിളിച്ചാൽ ഒന്ന് എടുക്ക്, അല്ലാണ്ടീറ്റ് ഓരോ തോന്നിയാസം പറഞ്ഞു ഒഴിഞ്ഞ് പറഞ്ഞു. ലേശം നിങ്ങൾ ചിലച്ചതിനുള്ള ഉറപ്പുണ്ടേ നിങ്ങളൊന്ന് വാ വിളിക്കുന്നിടത്തേക്ക്. ഞങ്ങളൊരു കൊടുവള്ളിക്കാരെയും കൊണ്ടുവരൂല, ഞങ്ങൾ MJ മാത്രമേ വരൂ. എൻ്റെ അരിനെ ഞാൻ തല്ലു, ഞാനല്ലേ വേറെ ആരെങ്കിലും ഒരാൾ തല്ലു, ഉറപ്പാ അരിനെ തല്ലു ഉറപ്പാ. ഇനി ഇന്നൊരു കൊല്ലുന്നു എനിക്ക് കാണണം, എനിക്ക് ഞങ്ങൾക്ക് എല്ലാവർക്കും കാണണം. കേട്ടല്ലോ, ഇതാണ് സംഭവം. നീ തല്ലുന്നെങ്കിൽ തല്ല്, വേണമെങ്കിൽ കൊല്ലുന്നെങ്കിൽ കൊല്ല്. ഇതൊക്കെയുള്ള വെല്ലുവിളിയാണ്. കൊച്ചു പിള്ളേരാണെന്ന് നിങ്ങൾ ആലോചിക്കുക. 10ാം ക്ലാസ്സിൽ പഠിക്കുന്നതാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ രക്ഷകർത്താക്കളും കൂടെ ഇതിനൊക്കെ ഒരു പരിധി വരെ ഇവരും കൂടി ഉത്തരവാദികളാണ്. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മക്കളെയൊക്കെ സ്കൂളിലോട്ട് വിടുമ്പോൾ നമ്മളും കുറേ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. അത് പച്ചയ്ക്ക് വന്നിരുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും വെല്ലുവിളിക്കുവാണ്. എന്നിട്ട് താണ്ട ഇപ്പോൾ ഒരാൾ മരിച്ചിട്ടുമുണ്ട്. എന്തായാലും ആ വീട്ടുകാരുടെയൊക്കെ മാനസികാവസ്ഥ ആലോചിക്കുമ്പോഴത്തേക്ക് സങ്കടമുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഇതിനൊക്കെ ഒരു തീരുമാനം ഉണ്ടാക്കി തന്നെ വേണം. കാര്യം പ്രത്യേകിച്ച് ഈ ഒരു പ്രായത്തിലുള്ള, പ്രത്യേകിച്ച് എത്രയോ ലഹരി കേസുകൾ നമ്മൾ കാണുന്നതെന്ന് അറിയോ, ഡേ ബൈ ഡേ എത്ര ലഹരി കേസുകൾ. ഇന്നലെ ഞാൻ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അതിനെ പറ്റിയിട്ട്. അതായത് ഒരു ഉമ്മ വന്ന് റോഡിൽ വന്നിരുന്ന് കരയുവാണ്, എൻ്റെ മകനെ രക്ഷിക്കണം, അവൻ 8ാം ക്ലാസ് തൊട്ടേ അവൻ ലഹരി ഉപയോഗിക്കുകയെന്നും പറഞ്ഞിട്ട്. അതാണ് ഈ പ്രായത്തിലുള്ള പിള്ളേരുടെയൊക്കെ പോക്ക് എങ്ങോട്ടാണെന്ന് ഒരു രീതിയിലും മനസ്സിലാക്കാൻ പറ്റുന്നില്ല. ആ രീതിയിലായിട്ടുണ്ട് ഏകദേശം നമ്മുടെ നാടെന്തായാലും. എന്തായാലും ഷഹബാസിന്റെ ഈ ഒരു കേസിൽ ഇപ്പം വീണ്ടും കുറേ അന്വേഷണവും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്, ഈ തെളിവെടുപ്പും കാര്യങ്ങളൊക്കെ. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഈ ഒരു വിഷയത്തിൽ ഏറ്റവും കൂടുതൽ തർക്കിച്ചത് ഒരു പയ്യൻ മരിച്ചിട്ടും ഈ പറയുന്ന കൊലയാളികളെ കൊണ്ടുപോയി എക്സാം എഴുതിക്കാനായിട്ട് നോക്കി. അതാണ് ഇതിനകത്ത് ഏറ്റവും വലിയൊരു തെറ്റ്. ഇവന്മാർക്കൊന്നും ഒരു രീതിയിലും ഇവന്മാർക്കൊന്നും ഒരു എഡ്യൂക്കേഷൻ കൊടുക്കരുത്. കാര്യം യുവമാരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മഹാ അഹങ്കാരികളായിട്ട് വളർന്നുകൊണ്ടിരിക്കുന്നവന്മാരാണ്. ഈ പറയുന്ന ഷഹബാസിന്റെ സ്ഥാനത്ത് ഈ കൊലയാളികളിൽപ്പെട്ട ഏതെങ്കിലും ഒരാളാണ് മരിച്ചെങ്കിലും ഇവിടെ എന്ത് നടന്നേനെ? ഇതൊക്കെ തന്നെ നടന്നേനെ. അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം അടിയും, പിന്നെ ഊമക്കത്തും, ഇതൊക്കെ തന്നെ. ഇവിടെ ഞാൻ പറഞ്ഞല്ലോ, ഇവിടെ 2 സൈഡിലും തെറ്റുണ്ട്. അത് നമ്മൾ മെയിനായിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യം. പല മീഡിയാസുകാരും അതൊന്നും സംസാരിക്കുന്നില്ല. ഒരു സൈഡ് മാത്രം നോക്കിയിട്ടല്ല ഇതിനകത്ത് ശരിക്കും പറഞ്ഞാൽ സംസാരിക്കേണ്ടത്. 2 സൈഡ് നോക്കണം. പിള്ളേരെയൊക്കെ സത്യം പറഞ്ഞാൽ അടി കൊടുത്ത് വളർത്തണം. അതാണ് ഇതിനകത്ത് മെയിനായിട്ട് ചെയ്യേണ്ട ഒരു കാര്യം. കാര്യം ലിറ്ററലി വന്നിരുന്ന് വെല്ലുവിളിക്കുക, കൊല്ലുമെന്ന് പറയുക, എന്നിട്ട് എല്ലാവരും കൂടെ കൂട്ടിച്ചേർന്ന് അടിയടക്കുക, എന്നിട്ട് അടിച്ച് കൊല്ലുക. ഇതാണ് ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും കൊള്ളാം. എന്തായാലും ഷഹബാസിന്റെ വോയിസ് ഇന്നലെ പുറത്തു വന്നൊരു വോയിസാണിത്. അവന്റെ അക്കൗണ്ടിൽ നിന്ന് തന്നെ അയച്ചൊരു വോയിസാണ്, അല്ലാതെ ഇത് ഫേക്ക് ആയിട്ടോ എടുത്തു എന്നുള്ളൊരു സംഭവമല്ല. മേ ബി ഈ ഒരു വോയിസ് ഒക്കെ പോലീസുകാർക്കൊക്കെ ഒരുപാട് ഹെൽപ്ഫുൾ ആയിരിക്കും. എന്തായാലും ഈ ഒരു വിഷയം എന്തായി തീരുമോ നമുക്ക് കണ്ടറിയാം. എന്തായാലും ഇതിനെക്കുറിച്ചിട്ടുള്ള നിങ്ങളുടെയൊക്കെ അഭിപ്രായങ്ങൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക.